ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീനയെ സ്റ്റാലിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ഒരിക്കലും വൈജ അറിയാൻ പാടില്ല എന്ന് ബാലേന്ദ്രൻ തീരുമാനിച്ചു. എന്നാൽ വൈജയന്തി വന്ന് പറയുന്നുണ്ട്, അലീനെ നിങ്ങളെ എങ്ങോട്ടേക്ക് കൊണ്ടുപോയാലും എനിക്കൊരു പ്രശ്നവുമില്ല, പക്ഷേ ആ അഡ്രസ്സ് എനിക്ക് വേണം. ഞാനറിയാതെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അവളെ പോയി കാണാനാണെങ്കിൽ അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എടി, അലീനയുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ അവളെ ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കുന്നത്, അല്ലാതെ നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല. എന്നാൽ നീ കേട്ടോ, എന്തായാലും അലീനയുടെ അഡ്രസ്സ്, ഇപ്പോഴുള്ള ഈ ഡ്രസ്സ് ഒരിക്കലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. എന്നാൽ വൈജയന്തി നേരെ ബബിതയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. ബബിതയോട് ചോദിക്കുന്നുണ്ട്, അല്ല ബാലേന്ദ്രൻ അലീനെ എങ്ങോട്ടേക്ക് പോകാനാണ് തീരുമാനിച്ചത്? ബാലേന്ദ്രൻ നിന്നോട് വല്ലതും പറഞ്ഞോ? എനിക്കറിയണം അലീന ഇനി താമസിക്കാൻ പോകുന്നത് ഏത് വീട്ടിലാണെന്ന്. നിനക്കറിയാമെങ്കിൽ എന്നോട് പറ അലീനയുടെ ഇപ്പോഴത്തെ അഡ്രസ്സ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അലീന ചേച്ചി ഏത് വീട്ടിലേക്ക് പോകുന്നതെന്ന് എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാൽ ഒരിക്കലും ഞാനിത് അമ്മയോട് പറയില്ല. അതറിഞ്ഞിട്ട് അമ്മയ്ക്കിപ്പോൾ എന്തെടുക്കാനാണ്? ഇനിയെങ്കിലും അവരെവിടെയെങ്കിലും പോയി സന്തോഷത്തോടെയും സമാധാനത്തോടെയൊക്കെ ജീവിച്ചോട്ടെ. അലീന ചേച്ചി ഇവിടുന്ന് പറഞ്ഞു വിടാൻ കാരണം അമ്മ ഒറ്റയൊരുത്തിയാണ്. എന്നിട്ടിപ്പോൾ അലീന ചേച്ചി പോയ വീട്ടിൽ ഒരു സമാധാനം കൊടുക്കില്ലെന്ന് വെച്ചാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭവിത അവിടെ നിന്ന് പോയി. അവിടുന്ന് വൈജയന്തി നേരെ അലീനയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. എടി, ഇത്ര പെട്ടെന്ന് നീ ഈ വീട് ഉപേക്ഷിച്ച് പോകാനൊരു തീരുമാനമെടുത്തതിൽ എനിക്കെന്തോ പന്തികേട് തോന്നുന്നുണ്ട്. എൻ്റെ ഭർത്താവ് നിന്നെ വേറൊരു വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കുകയാണോ? അതാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വന്ന് കാണുകയും ചെയ്യാമല്ലോ, എൻ്റെ ശല്യവും ഉണ്ടാകില്ല. അല്ലെങ്കിൽ നീ പോകുന്നത് എവിടേക്കാണെന്ന് എൻ്റെ ഒരിക്കൽ പറയേ എന്നിങ്ങനെ വൈജയന്തി ആവശ്യപ്പെട്ടു. അപ്പോൾ അലീന പറയുന്നുണ്ട്, ദേ മേഡം, ഇത്ര ചീപ്പായിട്ട് ചിന്തിക്കല്ലേ. ബാലേന്ദ്രൻ സാറ് എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ്. അച്ഛൻ എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നൊന്നും ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അതൊരു സർപ്രൈസ് മാത്രമാണെന്നാണ് എൻ്റെ ഒരിക്കൽ പറഞ്ഞിരുന്നത്. പക്ഷേ എന്നോട് മറ്റൊരു കാര്യം പറഞ്ഞു, സ്റ്റാലിൻ എന്ന പേരുള്ള ഒരാളുടെ വീട്ടിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന്. അങ്ങനെ ഒരാളെ എനിക്കറിയില്ല, അങ്ങനെ ഒരു പേര് പോലും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണെന്നും എനിക്കറിയില്ല. അങ്ങനെ അലീന പറഞ്ഞത് കേട്ട് വൈജയന്തി ഇടിവെട്ടിയതുപോലെ നിൽക്കുകയാണ്. സ്റ്റാൻലിനോ? എനിക്ക് ഏറ്റവും വെറുപ്പുള്ള പേരാണത്. ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന പേരാണ്. ബാലേന്ദ്രനെക്കാട്ടിലും എനിക്ക് ഏറ്റവും വെറുപ്പ് അയാളോടാണ്. കാരണം ഞാൻ പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്താണ് സ്റ്റാലിൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചത്. എന്നാൽ ബാലേന്ദ്രൻ എന്നെ ചതിക്കാൻ തുടങ്ങിയത് വിവാഹത്തിനൊക്കെ ശേഷം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞാണ്. ഇവരെ രണ്ടുപേരെയും എടുത്താൽ ഏറ്റവും ദുഷ്ടനായ വ്യക്തി സ്റ്റാലിൻ അല്ലേ? അങ്ങനെയുള്ള സ്റ്റാലിൻ്റെ ഒരിക്കലേക്കാണോ ബാലേന്ദ്രൻ അലീനയെ വിടാൻ പോകുന്നത്? അതെങ്ങനെ സംഭവിക്കും? അതിന് ബാലേന്ദ്രന് സ്റ്റാലിനുമായിട്ട് ഒരു ബന്ധവുമില്ലല്ലോ. ഇനി ഗംഗേട്ടനെങ്ങാനും ബാലേന്ദ്രനോട് എല്ലാം പറഞ്ഞിട്ടുണ്ടാവുമോ? ഏയ് ഇല്ല, ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഈ ലോകത്ത് ആ ഒരു പേരുള്ളത് ഇയാൾക്ക് മാത്രമായിരിക്കില്ലല്ലോ, എത്രയോ പേർക്ക് സ്റ്റാലിൻ എന്ന പേരുണ്ടാവും. ഇതൊക്കെ എൻ്റെ വെറും തോന്നൽ മാത്രമായിരിക്കും എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോന്നാലോചിച്ച് നിൽക്കുകയാണ് വൈജ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അല്ല മേഡം എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? അല്ല, സ്റ്റാലിൻ എന്നുള്ള പേര് കേട്ടപ്പോൾ തന്നെ മേഡത്തിൻ്റെ മുഖഭാവം മാറിയല്ലോ, അതാരാ മേഡം? അത് അച്ഛൻ്റെ കൂട്ടുകാരനാണോ? മേഡത്തിന് അദ്ദേഹത്തെ പരിചയമുണ്ടോ എന്നൊക്കെ അലീന ചോദിച്ചു. ഞാൻ എന്തൊക്കെ ആലോചിച്ചാലും നിനക്കെന്താടി? ഇനി നീ അയാളുടെ വീട്ടിലൂടെ ചെന്ന് ആ കുടുംബം കൂടി തകർക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയുടെ റൂമിലേക്ക് പോന്നു. ഈ സമയത്ത് ബബിത അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ബബിത ചോദിക്കുന്നുണ്ട്, അല്ല എന്താ അമ്മയ്ക്ക് ഇത്ര വലിയ ആലോചന? സാധാരണ രീതിയിൽ അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോകുന്നതെന്നറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുന്നത് അമ്മയാണ്. എന്നാൽ അതൊന്നും ഇപ്പോൾ കാണാനില്ല. ശരിക്കും എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബബിത. വൈജ ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛൻ നിൻ്റെ എന്തൊക്കെയാ പറഞ്ഞത്? ഏത് നരകത്തിലേക്കാണ് അലീനയെ കൊണ്ടുവിടാൻ പോകുന്നത്? സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിടാനാണെന്ന് പറയുന്നത് കേട്ടല്ലോ. ആരാ അയാൾ? എന്താ അയാളുടെ ജോലി? ശരിക്കും അയാൾ എവിടെ താമസിക്കുന്നത് എന്നൊക്കെ വൈജ ചോദിക്കുന്നുണ്ട്. ബബിത ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ വൈജ പറയുന്നുണ്ട്, അല്ല ഞാൻ ചോദിച്ചത് നിനക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? എവിടെയാ സ്റ്റാലിൻ്റെ വീടെന്നാണ് ചോദിച്ചത്.
അപ്പോൾ ബബിത പറയുന്നുണ്ട്, അല്ല അതൊക്കെ എന്തിനാ അമ്മ അന്വേഷിക്കാൻ പോകുന്നത്? അമ്മയ്ക്ക് ബബിത ചേച്ചി ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റണം എന്ന് മാത്രമല്ലേ ഉള്ളായിരുന്നു ആഗ്രഹം. പിന്നെന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നേ? അല്ല അമ്മ എന്തിനാ ഈ സ്റ്റാലിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നത്? അദ്ദേഹത്തെ അമ്മയ്ക്ക് നേരത്തെ പരിചയമുണ്ടോ? അമ്മയുടെ ടെൻഷനൊക്കെ കണ്ടാൽ തോന്നുമല്ലോ അമ്മയുടെ പൂർവ്വ കാമുകനാണ് ഈ സ്റ്റാലിനി എന്നൊക്കെ പറഞ്ഞ് വൈജയെ കളിയാക്കിച്ചിരിക്കുകയാണ് ബബിത. ഇത് കേട്ട് ദേഷ്യം വന്ന വൈജ പറയുന്നുണ്ട്, എന്താടി മനുഷ്യനെ കളിയാക്കുന്നോ? ഇനി ഇതേപോലത്തെ തമാശയും പറഞ്ഞുണ്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അല്ല അമ്മയ്ക്കിത് എന്തിൻ്റെ കേടാണ്? അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോയാലും കുഴപ്പം വന്നാലും കുഴപ്പം. ഇതെന്താ സുഖമാണോ എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ബബിത ആ റൂം വിട്ടു പോയി. അങ്ങനെ 2 ദിവസത്തിന് ശേഷം വൈജയുടെ അമ്മ കടപ്പാട്ടൂരിലേക്ക് വരുന്നുണ്ട്. അലീനയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവർ പറയുന്നുണ്ട്, കുഞ്ഞിരാമേട്ടൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. സാഹചര്യം കൊണ്ട് അന്ന് എനിക്കതിന് കൂട്ടി നിൽക്കേണ്ടി വന്നു മോളെ. 23 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഈ കൈകൊണ്ടാണ് വൈജയുടെ അരിക്കൽ കിടന്ന നിന്നെ ഞാൻ എടുത്തു മാറ്റിയത്. നീ എന്നോട് പൊറുക്കുമോളെ. കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തിയല്ലേ ഞാൻ നിന്നോട് ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി അലീനയുടെ മുമ്പിൽ കൈകൂപ്പി. എന്താ മുത്തശ്ശി ഇത്? എനിക്കതിന് ആരോടും ഒരു പരാതിയോ പരിഭവമോ ഒന്നുമില്ല. എന്തായാലും മുത്തശ്ശി എന്നെ കാണാൻ വന്നല്ലോ, എനിക്ക് സന്തോഷമായി എന്നിങ്ങനെ പറയുകയാണ് അലീന. അങ്ങനെ മുത്തശ്ശി വൈജയുടെ റൂമിലേക്ക് കയറി ചെന്നിട്ട് പറയുന്നുണ്ട്, എടി നിന്റെ ഈ പിടിവാശി കാരണം അലീന മോള് ഈ വീട്ടിൽ നിന്ന് പോവുകയാണത്രേ. നിനക്ക് ഇച്ചിരിയെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ആ പെണ്ണിനെ പറഞ്ഞു വിടാതിരുന്നൂടെ? ഇത്രയെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ നിനക്ക് ആ പെണ്ണിനെ പറഞ്ഞു വിടാതിരുന്നൂടെ? വൈജെ, നീ വിചാരിച്ചാൽ അലീനയ്ക്ക് ഇനിയും ഈ വീട്ടിൽ തന്നെ താമസിക്കാൻ പറ്റും. ചെല്ല്, നീ ചെന്ന് ബാലേന്ദ്രനോട് പറ അലീന ഇവിടെ താമസിക്കുന്നതിൽ നിനക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന്. അങ്ങനെ മുത്തശ്ശി അത് ആവശ്യപ്പെട്ടു. അപ്പോൾ വൈജ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വൈജ രണ്ടാമത് ഒന്നുകൂടി ജനിക്കണം. അല്ല, ഇത് പറയാൻ വേണ്ടിയിട്ടാണോ നിങ്ങളെ ഇപ്പോൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? സ്വന്തം മകള് ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുമ്പോൾ അവളുടെ സുഖവിവരമല്ല നിങ്ങൾക്കറിയേണ്ടത്. ഒരു അലീന മോള്, അവൾ എന്ത് കൈവശമാണോ എൻ്റെ ഈശ്വര ഇവർക്കൊക്കെ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വൈജ ദേഷ്യപ്പെട്ടു. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതേടി എനിക്കിപ്പോൾ നിന്നെ കാണുന്നതിലും ഒരുപാട് ഇഷ്ടവും ആഗ്രഹവും അലീന മോളെ കാണുന്നതാണ്. എൻ്റെ പേരക്കുട്ടിയുടെ സ്ഥാനത്താണ് അവളിപ്പോൾ. അലീനെ നിന്റെ മൂത്ത മകളായിട്ട് കണ്ട് സ്നേഹിച്ചാൽ നിനക്കിപ്പോൾ എന്താടി കുഴപ്പം? അപ്പോൾ വൈജ പറയുന്നുണ്ട്, എന്ത് അവളെ ഞാൻ എൻ്റെ മൂത്ത മകളായിട്ട് കാണണമെന്നോ? അങ്ങനെ വൈജ അവളെ മൂത്ത മകളായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അവളെ ഞാൻ പ്രസവിച്ചതായിരിക്കണം. എന്നാൽ അതൊന്നും സത്യമല്ലല്ലോ. ഏതോ ഒരുത്തി പഴിച്ച് പ്രസവിച്ചവളല്ലേ ഈ അലീന. അവളെ ഞാനെന്തിനാണ് എൻ്റെ മൂത്ത മകളായിട്ട് കാണുന്നത്? ഈ വൈജയന്തി അന്തസ്സുള്ളവളാണ്. അങ്ങനെ കണ്ടവളുമാർ പഴിച്ചു പറ്റിയതിനെയൊന്നും ഞാൻ എൻ്റേതായിട്ട് സ്വീകരിക്കത്തില്ല എന്ന് വൈജ മറുപടി കൊടുത്തു. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അന്തസ്സിനെ പറ്റിയൊന്നും നീ കൂടുതൽ പറയേണ്ട വൈജെ. നീയും ഒരിക്കൽ പിഴച്ച് പ്രസവിച്ചവളാണ് എന്നുള്ള വല്ല ബോധവും ഉണ്ടോടി നിനക്ക്? ഉണ്ടായിരുന്നെങ്കിൽ അലീനെ പറ്റി നീ ഇപ്പം ഇങ്ങനെ സംസാരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശി. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഓ ഒന്ന് പതുക്കെ പറയാമേ. ആ ബാലചന്ദ്രൻ എങ്ങാനും ഇത് കേട്ടോണ്ട് വന്നാൽ എൻ്റെ കാര്യം തീർന്നില്ലേ? ഞാനിപ്പോൾ അയാളുടെ മുന്നിൽ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഇതൊക്കെ അറിഞ്ഞാൽ ഞാൻ പിന്നെ തല കുനിച്ച് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ പൂർവ്വകാല ചരിത്രമൊന്നും നിങ്ങളിപ്പോൾ വിളമ്പാൻ നിൽക്കേണ്ട എന്ന് പറയുകയാണ് വൈജ. അത് കേട്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോയി. ആ സമയത്ത് വൈജയെക്കുറിച്ച് ചില സംശയങ്ങളൊക്കെ ബബിതയ്ക്ക് തോന്നി തുടങ്ങുകയാണ്. ആ സംശയമൊക്കെ രോഹിത്തിൻ്റെ ഇരിക്കെ വന്ന് ചോദിക്കുന്നുണ്ട് ബബിത രോഹിയോട് പറയുന്നുണ്ട്, രോഹിയേട്ടൻ അമ്മയെ ശ്രദ്ധിച്ചായിരുന്നോ? അലീന ചേച്ചി സ്റ്റാലിൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അമ്മയുടെ സ്വഭാവത്തിനൊരു മാറ്റം. അപ്പോൾ രോഹിത്തും പറയുന്നുണ്ട്, അതേടി എനിക്കും ആ ഒരു സംശയമുണ്ട്. അമ്മയുടെ ഉള്ളിൽ എന്തൊക്കെയോ രഹസ്യം ഉറങ്ങിക്കിടക്കുന്നത് പോലെ. അതെന്തായിരിക്കും? ചിലപ്പോൾ അമ്മയ്ക്ക് സ്റ്റാലിൻ എന്ന് പറയുന്ന ആളുമായിട്ട് വല്ല പ്രണയവും ഉണ്ടായിട്ടുണ്ടായിരിക്കുമോ എന്ന് രോഹിത് ചോദിക്കുകയാണ്. അപ്പോൾ ബബിത ചോദിക്കുകയാണ്, ചേട്ടൻ എന്താ ഭ്രാന്ത് പിടിച്ചോ? നമ്മുടെ അമ്മയുടെ സ്വഭാവം വെച്ച് ഏതെങ്കിലും ഒരാൾ അമ്മയെ സ്നേഹിക്കുവാൻ വരുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? അഥവാ ആരെങ്കിലും വന്നാൽ തന്നെ അടിച്ചോടിക്കില്ലേ നമ്മുടെ അമ്മ എന്നിങ്ങനെ ബബിത പറയുകയാണ്. അതും കേട്ടുകൊണ്ടാണ് കൃഷ്ണ അങ്ങോട്ടേക്ക് വരുന്നത്. കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഇവിടെ പതിവില്ലാതെ അമ്മയെപ്പറ്റി രണ്ടുപേരും കൂടെ ഒരു സംസാരം? എന്താണെന്ന് എന്നോടും കൂടെ പറ, ഞാനും കൂടെ അറിയട്ടെ.
അപ്പോൾ ഭവിത പറയുന്നുണ്ട്, അത് പിന്നെ വേറൊന്നുമല്ല, നമ്മുടെ അമ്മയ്ക്ക് അച്ഛനെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് മറ്റൊരു പ്രണയമുണ്ടായിരുന്നോ എന്ന് ഒരു സംശയം. ആ സംശയം എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. നിനക്കിതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ കൃഷ്ണേ? ഇത് കേൾക്കുമ്പോൾ കൃഷ്ണ ഒന്ന് പതറുന്നുണ്ട്. എങ്കിലും അവൾ പറയുന്നുണ്ട്, എനിക്കതൊന്നും അറിയില്ല. അമ്മയ്ക്ക് പ്രണയം ഉണ്ടായിരുന്നോ അച്ഛന് പ്രണയം ഉണ്ടായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട് എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് എസ്കേപ്പായി. ബബിത അപ്പോൾ രോഹിത്തിനോട് പറയുന്നുണ്ട്, കണ്ടില്ലേ രോഹിയേട്ടാ, അവളുടെ മുഖത്ത് എന്തോ ഒരു കള്ളലക്ഷണം. അവൾക്കും എന്തൊക്കെയോ അറിയാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അവൾ അതൊന്നും ഒരിക്കലും തുറന്നു പറയില്ല. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ വളരെ മിടുക്കിയാണ് നമ്മുടെ കൃഷ്ണമോള്. നമ്മളറിയാത്ത എന്തൊക്കെയോ ഈ വീട്ടിൽ നടക്കുന്നുണ്ട് എന്നിങ്ങനെ ബബിത പറഞ്ഞു. അതെന്താണെങ്കിലും നമുക്കത് കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മളെ പറ്റിച്ചിട്ട് ഇവിടെ ആരും അങ്ങനെ രഹസ്യമൊന്നും കൊണ്ട് നടക്കണ്ട. അങ്ങനെ രോഹിത്തും പറയുകയാണ്. അങ്ങനെ അവിടുത്തെ രണ്ടുപേരും കൂടി ബാലേന്ദ്രൻ്റെ അരികെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ, അച്ഛന് വിവാഹത്തിന് മുമ്പ് അമ്മയോടല്ലാതെ മറ്റൊരാടെങ്കിലും വല്ല പ്രണയം ഉണ്ടായിട്ടുണ്ടോ? ബാലേന്ദ്രൻ ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛനെന്താ ഒന്നും മിണ്ടാത്തേ? അത് കേട്ട് ബാലേന്ദ്രൻ ആദ്യമൊന്നും ഷോക്കായെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല. അല്ല, എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നാൻ? അമ്മയ്ക്ക് ആരോടെങ്കിലും പ്രണയം ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾ എന്നോടാണോ വന്ന് ചോദിക്കേണ്ടത്? അത് നിങ്ങളുടെ അമ്മയോട് പോയി ചോദിക്ക്. എൻ്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റൂ. ഈ ബാലേന്ദ്രൻ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണിനെ മാത്രം സ്നേഹിച്ചിട്ടുള്ളൂ. അത് നിൻ്റെയൊക്കെ അമ്മ വൈജയന്തിയെ മാത്രമാണ്. അതാണ് എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധവും. അത് തിരിച്ചറിയാനായിട്ട് എനിക്ക് 23 വർഷം വേണ്ടി വന്നു. പിന്നെ നിങ്ങൾ 3 മക്കളുള്ളതാണ് എനിക്കുള്ള ഒരേ ഒരു ആശ്വാസം എന്നിങ്ങനെ ബാലേന്ദ്രൻ പറഞ്ഞു. അപ്പോൾ ബബിത ചോദിക്കുകയാണ്, അല്ല അച്ഛൻ അമ്മയെ പ്രപ്പോസ് ചെയ്യാൻ പോയപ്പോൾ അമ്മ അത് സ്വീകരിച്ചോ? തിരിച്ചും അച്ഛനോട് ഇഷ്ടമാണെന്ന് അമ്മ പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയും, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ വൈജയന്തിയുടെ മുന്നിൽ പോയി നിന്നത്. എന്നാൽ അവളെന്താ ചെയ്തതെന്നറിയോ? എൻ്റെ കരണം നോക്കി അടിച്ച് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അവളുടെ വീട്ടിലെ വെറും കാര്യസ്ഥൻ മാത്രമായിരുന്നു അന്ന് ഞാൻ. എൻ്റെ കയ്യിൽ അന്നൊന്നും എടുക്കാൻ സ്വത്തുക്കളോ സ്വർണമോ പണമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അന്ന് ആ ബന്ധത്തിന് അവളുടെ വീട്ടുകാരെ സമ്മതിച്ചില്ല. ആ വാശിക്കാണ് ഞാൻ ഗൾഫിൽ പോയി വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പണവുമായി തിരികെ വന്നത്. എന്നിട്ട് 2 സ്വർണ്ണക്കടയുമായി ടെക്സ്റ്റൈൽസും അങ്ങനെ പലതും ചെയ്തു കോടികൾ ഉണ്ടാക്കി. അങ്ങനെ വീണ്ടും വൈജയുടെ മുന്നിലെത്തി അവളുടെ വീട്ടിൽ ചെന്ന് വിവാഹം ആലോചിച്ചു. ഞാൻ കോടീശ്വരനാണെന്ന് അന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വൈജയുടെ അച്ഛനും ആങ്ങളമാരും എന്നെ 2 കൈ നീട്ടി സ്വീകരിച്ചു. വിവാഹത്തിന് പൂർണ്ണ സമ്മതമാണെന്ന് അറിയിച്ചു. അങ്ങനെയാണ് നിങ്ങളുടെ അമ്മ എൻ്റെ തലയിലായത്. അന്ന് അവളും അതിനെ എതിർക്കാനൊന്നും വന്നില്ല. എനിക്ക് പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ, പക്ഷേ അതിനൊന്നും പറയാനുള്ള സമയമായിട്ടില്ല എന്നിങ്ങനെ മറുപടി കൊടുത്ത് ബാലേന്ദ്രൻ അവിടെ നിന്ന് പോയി. കേട്ടില്ലേ രോഹിയേട്ട, നമ്മുടെ അച്ഛൻ പറഞ്ഞത്? അച്ഛൻ്റെ മനസ്സിൽ അന്നും ഇന്നും നമ്മുടെ അമ്മ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടല്ലേ നമ്മുടെ അച്ഛൻ ഇത്ര ധൈര്യത്തിൽ എല്ലാവരെയും നേരിടുന്നത്. എന്നാൽ നമ്മുടെ അമ്മയ്ക്ക് എന്തോ ഒരു ഭൂതകാലമുണ്ടെന്ന് എനിക്ക് സംശയം കൂടി വരികയാണ്. നമുക്ക് അമ്മയുടെ റൂമൊന്ന് പരിശോധിച്ചാലോ? എന്തായാലും അമ്മ ഇപ്പോൾ റൂമിലില്ലല്ലോ, ബാങ്കിൽ പോയിരിക്കുമല്ലേ. നമുക്കവിടെ നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല എന്നിങ്ങനെ ബബിത പറയുമ്പോൾ രോഹിത്ത് അവളെയും കൂട്ടിക്കൊണ്ട് വൈജയുടെ റൂമിലെത്തി. അങ്ങനെ അവർ ആരും കാണാതെ വൈജയുടെ റൂം സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവിടുന്ന് ഒരു പെട്ടിയിൽ നിന്ന് അവൾക്ക് സ്റ്റാലിൻ്റെ പഴയൊരു ഫോട്ടോ കിട്ടി. ദേ നോക്ക് രോഹിയേട്ടാ, ഈ ഫോട്ടോ കണ്ടിട്ട് ഇത് നമ്മുടെ അച്ഛനല്ല, ഏതോ ഒരു പട്ടാളക്കാരനാണ്. അല്ല, ഇയാളുമായിട്ട് നമ്മുടെ അമ്മയ്ക്ക് എന്താണ് ബന്ധം എന്ന് ബബിത ചോദിക്കുമ്പോൾ, അല്ല ഒരു ബന്ധവും ഇല്ലാതെ ഇത്രയും വർഷമൊന്നും ഒരാളുടെ ഫോട്ടോ അമ്മ സൂക്ഷിച്ചു വെക്കുമോ? ഇയാളുമായിട്ട് അമ്മയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് തോന്നുന്നേ. ഇത് ചിലപ്പോൾ അമ്മയുടെ കാമുകനാകാനും സാധ്യതയുണ്ട് എന്നും പറഞ്ഞ രോഹിത്ത് ആ പഴയ ഫോട്ടോ മേടിച്ച് നോക്കുകയാണ്. അതെ അതെ, എനിക്കും സംശയമുണ്ട്. നേരത്തെ അമ്മ സ്റ്റാലിൻ എന്നുള്ള പേര് കേട്ടപ്പോഴേ ഞെട്ടി. ഇനി ഇത് ചിലപ്പോൾ അയാളായിരിക്കുമോ? ഈ ഫോട്ടോയിൽ കാണുന്നത് അയാളായിരിക്കുമോ എന്നിങ്ങനെ ബബിത ആലോചിച്ച് നിൽക്കുകയാണ്.